ഹായ് എവരിവൺ. ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന SLC കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ചാപ്റ്ററാണ്. അതിൽ 2 വീഡിയോസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ 2 വീഡിയോസ് നിങ്ങൾക്ക് ചാനൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ 2 വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ ഒരു വീഡിയോയിലോട്ട് കടക്കേണ്ടത്. അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകത. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകതയാണ് പറയുന്നത്. ക്രോമിയം 24 അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ക്രോമിയം 24ൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതി നോക്കാം. 1s2 2s2 ഒന്നുകൂടി 1s2 2s2 2p6 3s2 3p6. ഇപ്പോൾ എത്രയായി? 10 18 24-നാണുള്ളത്. 4s 2 പോവും. അപ്പോൾ ഇവിടെ 10 18 ഇനി 6 4s 2 പോയി. അപ്പോൾ ഇവിടെ 4 പിന്നെ 4s2 അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1s2 2s2 2p6 1s2 2s2 2p6 3s2 3p6 3d4 4s2. ഈ രൂപത്തിലാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമുക്ക് ലഭിക്കുക. നമ്മൾ എഴുതി നോക്കുമ്പോൾ നമ്മളിതുവരെ പഠിച്ചു വെച്ച് എഴുതി നോക്കുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് ലഭിക്കുക. അപ്പോൾ ലാസ്റ്റ് ഇത് ശ്രദ്ധിക്കുക, 3d4 4s2. അതായത് അതിനെക്കുറിച്ചാണ് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഈ 6 ഫില്ല് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? 3d4 4s2 നമ്മൾ പഠിച്ചു വെച്ച് 3d4 4s2. പക്ഷേ CRൻ്റെ ക്രോമിയത്തിൻ്റെ സ്ഥിരതയുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്താണ്? ഇതുപോലെ നമ്മൾ കണ്ട പോലെ 3d4 4s2 അല്ല, 3d5 4s1 എന്നാണ്. നമ്മൾ എഴുതിയപ്പോൾ എന്താ ലഭിച്ച്? 3d4 4s2 എന്നായിരുന്നു. പക്ഷേ ശരിക്കും എന്താണ്? 3d5 4s1 എന്നാണ്. ഇതിന് കാരണം ചുവടെ ബോക്സിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ വിശകലനം ചെയ്ത് കണ്ടെത്തൂ. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. ഇങ്ങനെയാണ് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ശരിക്കും വരുന്നത്. അതിനുള്ള കാരണം പറയുന്നുണ്ട്. ഡി സബ്ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ കഴിയും. ഈ സബ്ഷെൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ D10 പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്ന 10 മാക്സിമം കഴിയും, 10 ഫില്ലായി കിടക്കുന്നത്. അല്ലെങ്കിൽ പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നതോ D5 10ൻ്റെ പകുതി 5 ആയ ക്രമീകരണങ്ങൾ മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടിയവാണ്. അതായത് ഉദ്ദേശിക്കുന്നത് ഈ D5 D10 എന്നൊക്കെ പറയുന്നത് D7 D8 D4 D3 അവയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് മറ്റുള്ള ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ഥിരത കൂടുതലാണ്. ഏത്? D5 D10 ആയി നിൽക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ D4 S2 D9 S2 എന്നീ ഇലക്ട്രോൺ ക്രമീകരണം വരേണ്ട ആറ്റങ്ങളിൽ സ്ഥിരതയ്ക്ക് വേണ്ടി ഇലക്ട്രോൺ പൂർണ്ണത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ D4 S2 എന്നുള്ളത് എന്തായിരിക്കും? D5 S1 ആവും. D9 S2 എന്നുള്ളത് D10 S1 ആവും. D10 S1 ആ രൂപത്തിലോട്ട് മാറും. ഇങ്ങനെ എഴുതൂല. അത് ഏത് രൂപത്തിലാണ് എഴുതുക? D10 S1 ആ രൂപത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കും എസ്സിൽ ഒന്ന് പോകുന്നില്ലെന്ന്. എസ്സിലും എന്താണ്? S2 എന്നുള്ളതും സ്ഥിരത ഉള്ളത് തന്നെയാണ്, S1 എന്നുള്ളതും സ്ഥിരത ഉള്ളത് തന്നെയാണ്. എന്തുകൊണ്ട്? S1 സ്ഥിരത ഉള്ളതാവുന്നത് എന്തുകൊണ്ടാണ്? അതൊരു പകുതി ഫില്ലാവുന്ന ഒരു സംഭവമാണ് അവിടെ വരുന്നത്. S2 എന്നുള്ളത് എന്താണ്? പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നത്. S1 എന്ന് പറയുന്നത് പകുതി നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എസ്സിനെ അത് സംബന്ധിച്ച് S1 ആയാലും S2 ആയാലും കുഴപ്പമില്ല. S2 ആയാലും S1 ആയാലും, അതായത് Dന് സ്ഥിരത ലഭിക്കാൻ വേണ്ടിയാണെങ്കിൽ S1 ആയാലും അതിന് വലിയ പ്രശ്നം വരുന്നില്ല. അപ്പോൾ സ്ഥിരതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? D9 D4 ഒക്കെ ആണെങ്കിൽ S2 എന്നുള്ളത് മാറി S1 ആകും. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഇതുപോലെ F സബ്ഷെല്ലിൽ F7 F14, അതായത് മാക്സിമം ഒന്നെങ്കിൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നത് F14 അല്ലെങ്കിൽ പകുതി നിറഞ്ഞിരിക്കുന്ന F7 ക്രമീകരണങ്ങളും കൂടുതൽ സ്ഥിരതയുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1 വരാനുള്ള രൂപത്തിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ, അതായത് മറ്റുള്ള സബ്ഷെല്ലുകളെ പകുതിയാക്കി നിറച്ച് ആ രൂപത്തിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ രൂപത്തിലോട്ട് ചെയ്യും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ S2 D9 S2 എന്നുള്ളത് ഇനി D8 S2 ആണെങ്കിൽ 2 ഇങ്ങോട്ട് വരും. ഇല്ല, അങ്ങനെ വരില്ല. എസ്സിലുള്ള മുഴുവനും ഇങ്ങോട്ടാക്കാൻ പറ്റൂല. എസ്സിലുള്ള 1 വരും. എന്തുകൊണ്ട്? S1 ആയാലും സ്ഥിരതയുള്ളത് തന്നെയാണ്.
ആ രീതിയിൽ പറ്റും. അതുപോലെ F7 F14 ഒക്കെ ആക്കും. എപ്പോൾ F7 F14 ആക്കുന്നത് ഏതൊരു കേസിലാണ്? മറ്റുള്ളതിൽ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺ വരുമ്പോൾ അതിനും സ്ഥിരത നഷ്ടപ്പെടാൻ പാടില്ല. അതായത് മറ്റൊരു ഇലക്ട്രോൺ ഇതിലേക്ക് വരുന്ന രൂപത്തിലാണുള്ളത്. അപ്പം അതിന് സ്ഥിരത നഷ്ടപ്പെടാത്ത രൂപത്തിലാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? അങ്ങനെ ഫില്ലാവും. F7 F14 ആ രൂപത്തിൽ ഫില്ലാകപ്പെടും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോപ്പർ 29 ഇലക്ട്രോൺ വിന്യാസങ്ങൾ ശരിയായത് കണ്ടെത്തി എഴുതാൻ. ഇവയിൽ ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു 3D9 4:2 കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു എസ്സിൽ S1 ആയാലും കുഴപ്പമില്ല, അതുപോലെ ഡിക്ക് D10 ആവുന്നതാണ് നല്ലത്. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ 3D9 4:2 എന്നുള്ള ഒഴിവാക്കിയിട്ട് 4s നിന്ന് 1 എടുത്തിട്ട് 3D9 എടുക്കും. അപ്പോൾ രണ്ടാമത്താണ് ശരിയെന്ന് പറയുന്നത്. രണ്ടാമത്താണ് അവിടെ ശരിയായിട്ട് വരുന്നത്. ക്രോമിയം കോപ്പർ എന്നീ ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസങ്ങളിൽ ഡി സബ്ഷെല്ലിന് പകുതി നിറഞ്ഞതോ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ അവസ്ഥയാണ് സ്ഥിരത കൂടുതൽ പ്രകടമാക്കുന്നത്. അപ്പോൾ ക്രോമിയം കോപ്പർ എന്നീ ആറ്റങ്ങളുടെയൊക്കെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസങ്ങളിൽ ഡി സബ്ഷെല്ലിന് അവയിലൊക്കെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ഡി സബ്ഷെല്ല് പകുതി നിറഞ്ഞതോ അല്ലെങ്കിൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ അവസ്ഥയാണ് സ്ഥിരത കൂടുതൽ പ്രകടമാക്കുന്നത്. അപ്പോൾ ആറ്റം സ്ഥിരതയുള്ള ഒരു ഇതിലേക്കാണ് നോക്കുക. അപ്പോൾ ആ രൂപത്തിലാണ് ഫില്ലാകപ്പെടുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 എന്നാണ് എങ്കിൽ താഴെ കൊടുത്തതിലേക്ക് ഉത്തരം കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ച കുറേ കാര്യങ്ങൾ വെച്ച് ഒരു ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രോൺ വിന്യാസം കണ്ടല്ലോ, 1s2 2s2 2p6 3s2. അപ്പോൾ ഇതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം 12. അപ്പോൾ 12 ഏതാണെന്നുള്ളതൊക്കെ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. മെഗ്നീഷ്യം ആണ്. പക്ഷെ ഇവിടെ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത് ഏതാ മൂലകം എന്ന് അറിയേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകളുണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ മാക്സിമം ഷെൽ നമ്പർ നോക്കുക. മാക്സിമം ഷെൽ നമ്പർ എത്രയാണ്? 3. അപ്പോൾ ഈ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകൾ ഏതെല്ലാം? ഓരോ ഷെല്ലിലെയും സബ് ഷെല്ല് എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെല്ലിൽ സബ് ഷെല്ല് എന്ന് പറയുന്നത് എസ്, രണ്ടാമത്തെ ഷെല്ലിലെ സബ് ഷെല്ല് എന്ന് പറയുന്നത് 2s 2p. അതായത് ഫസ്റ്റ് ഇത് വേണമെങ്കിൽ 1s എന്ന് പറയാം, രണ്ടാമത്തെ 2s 2p എന്ന് പറയാം, മൂന്നാമത്തത് അല്ലെങ്കിൽ നമുക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ പറയുന്നത് ഓരോ ഷെല്ല് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഷെല്ലിലെ സബ് ഷെല്ല് എന്ന് പറയുന്നത് 1s, അതുപോലെ എൽ ഷെല്ലിലെ സബ് ഷെല്ല് എന്ന് പറയുന്നത് 2s 2p, അതുപോലെ എം ഷെല്ലിലെ സബ് ഷെല്ല് എന്ന് പറയുന്നത് 3s. അവസാന ഇലക്ട്രോൺ പൂർണ്ണം നടന്നത് ഏത് സബ് ഷെല്ലിലാണ്? ഇവിടെ നോക്കുക. അവസാന ഇലക്ട്രോൺ പൂർണ്ണം നടന്നത് ഏതിലാണ്? 3s. ആറ്റത്തിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 12. അറ്റോമിക് നമ്പർ അപ്പോൾ എത്ര ആയിരിക്കും? അതും 12. സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ ചുരുക്കി എഴുതാം എന്ന് പറയുമ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള ഉത്കൃഷ്ട മൂലകം ഏതാണെന്ന് നോക്കുക. അത് 1s2 2s2 2p6 നിയോൺ എന്നുള്ളതാണ്. 10 അറ്റോമിക് നമ്പർ 10 വരുന്ന മൂലകമാണ്, അത് നിയോണാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നിയോണ് വരെയായി. അപ്പോൾ ഈ ഒരു 2p6 വരെയായി. ഇനി അടുത്ത് 3s2. അങ്ങനെ ആയിരിക്കും ഇലക്ട്രോൺ വിന്യാസം വരിക. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിൻ്റെ നേരെ എഴുതാനുള്ളതാണ് ഈ 3s2 എന്നുള്ളത്. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് മാത്രം. ഇതൊക്കെ നേരെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മളൊരു നേരായിട്ട് എഴുതാനുള്ളതാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കും. മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോഡേൺ പീരിയോഡിക് ടേബിളിൽ അവയെ SPDF എന്നിങ്ങനെ വിവിധ ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ SPDF എന്നിങ്ങനെ വിവിധ ബ്ലോക്കുകളിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ രേഖപ്പെടുത്തിയ പീരിയോഡിക് ടേബിളാണ് ചിത്രം 1.3 നൽകിയിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ചിത്രം ഇത് വിശകലനം ചെയ്ത് പട്ടിക 1.8 പൂർത്തിയാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണാം എസ് ബ്ലോക്ക്. ഇവിടെ ഒരു എസ് ബ്ലോക്ക് കാണാം, ഡി ബ്ലോക്ക്, ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പി ബ്ലോക്ക്, അതുപോലെ എഫ് ബ്ലോക്ക്. അപ്പോൾ ഈ ഒരു പട്ടിക പൂർത്തിയാക്കാൻ പറയുന്നുണ്ട്. ലിഥിയം അറ്റോമിക് നമ്പർ എത്രയാണ്? ഇവിടെ ഈ ഒരു കാണിച്ച നമ്പർ തന്നെയാണ് അറ്റോമിക് നമ്പർ 3. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s1. ലിഥിയത്തിൻ്റെ 1s2 2s1. അവസാന ഇലക്ട്രോൺ പൂർണ്ണം നടന്ന സബ്ഷെല്ല് എന്ന് പറയുന്നത് എസ്. അങ്ങനെയാണ് ഈ ബ്ലോക്ക് അവസാന ഇലക്ട്രോൺ ഏതിലാണോ
ഫില്ലാകുന്നത് അതായിരിക്കും അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എസ് ബ്ലോക്ക്. ഇനി മെഗ്നീഷ്യം നോക്കാം. മെഗ്നീഷ്യം എന്താണ്? മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും? 1s2 2s2 2p6 10 3s2. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി. അവസാന ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെൽ എന്ന് പറയുന്നത് എസ്, ബ്ലോക്ക് എന്ന് പറയുന്നപ്പോൾ എസ് തന്നെ ആയിരിക്കും. അപ്പോൾ നേരത്തെ എസ്, ഇവിടെയും എസ് തന്നെ. ഇനി നൈട്രജൻ നോക്കാം. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 7 ആറ് തന്നെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p 4 7 ഇവിടെ 3 2p3. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെൽ എന്ന് പറയുന്നത് പി. അപ്പോൾ ബ്ലോക്കും ഏതായിരിക്കും? പി എന്നായിരിക്കും. അതായത് അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ലിൽ ഏതാണോ അതുതന്നെയാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാലും പറ്റും. ഏതാണ്? നൈട്രജൻ. നൈട്രജൻ എവിടെ? നൈട്രജൻ ഇതാ ഈ 15ാം ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ നൈട്രജൻ ഈ പീരിയോഡിക് ടേബിൾ നോക്കി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ അത് നോക്കി പറയുമ്പോൾ ഏതാണ്? പിയിലാണ്. അപ്പോൾ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നതാണ് ആ ഒരു ബ്ലോക്ക് എന്ന് ആദ്യം പറയുന്നില്ല. ഇത് നോക്കി ആ ഒരു കാര്യത്തിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക് ഇതിൽ നോക്കി കണ്ടെത്താനാണ് പറയുന്നത്. ലിഥിയം ഇവിടെ എവിടെയാണ്? ലിഥിയം നിങ്ങൾക്ക് നോക്കിയാൽ സാധിക്കും ഇവിടെ. അപ്പോൾ ലിഥിയം എസ് ബ്ലോക്കിനാണുള്ളത്. അതുപോലെ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് മെഗ്നീഷ്യം, അതും ഈ ഒരു പീരിയോഡ് ടേബിൾ നോക്കുമ്പോൾ അത് എസ് ബ്ലോക്കിലാണുള്ളത്. നൈട്രജൻ പി ബ്ലോക്കിലാണുള്ളത്. അപ്പോൾ അത് നോക്കിയാണ് ഈ ഒരു ബ്ലോക്ക് ഫില്ല് ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് ഫില്ല് ചെയ്യാണ്. ആ രൂപത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 10 21. അപ്പോൾ 3s2 3p6 18. ഇനി 3 4s2 ഉണ്ടാവും. അപ്പോൾ 3d1 ഉണ്ടാവും. 3d1 4s2 3d1 4s2. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഈ ഒരു 3dയിലാണ്, 4sലല്ല. നമുക്കറിയാലോ ഊർജ്ജനില കൂടി വരുന്ന ക്രമത്തിലാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നടക്കുന്നത്. അപ്പോൾ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് 3d അല്ലെങ്കിൽ ഡിയിലാണ്. ഡി സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡി എന്നാണ്. ഈ ഒരു എസ് അല്ല, അത് ശ്രദ്ധിക്കുക. നമുക്കറിയാലോ ആ രൂപത്തിലാണ് നമ്മൾ എഴുതുന്നതും. ഏത് ഈ ഒരു ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിൽ ആ രൂപത്തിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് ഡിയിലാണ് അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് നോക്കുക, സ്കാൻഡിയം അതിൻ്റെ ബ്ലോക്ക് നോക്കുമ്പോൾ ഇവിടെയാണ് സ്കാൻഡിയം, അത് ഡി ബ്ലോക്കിലാണ്. അപ്പോൾ നമ്മൾ അവസാന ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെല്ല് ഡി ആണ്, അതുപോലെ ബ്ലോക്കും ഡി ആണ്. അപ്പോൾ ഇനി കുറച്ച് ചോദ്യങ്ങളാണ് പറയുന്നത്. ലിഥിയത്തിൻ്റെ അവസാന ഇലക്ട്രോൺ പൂരണം നടന്ന ഏത് സബ്ഷെല്ലിലാണ്? നമ്മൾ കണ്ടു എസ്സിൽ, നൈട്രജനിൽ പിയിൽ. അപ്പോൾ അവസാന ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെല്ലും ആ മൂലകം ഉൾപ്പെട്ട ബ്ലോക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് ആ ഒരു സബ്ഷെല്ലും ആ മൂലകം ഉൾപ്പെട്ട ബ്ലോക്കും ഒന്നാണ്, അതായത് തുല്യമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളുടെ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതി ബ്ലോക്ക് കണ്ടെത്താൻ. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ പോകുന്നത് അതായിരിക്കും അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. വേണമെങ്കിൽ എഴുതി നോക്കാം. ബെറീലിയം 1s2 2s2 അവസാന ഇലക്ട്രോൺ എസ്സിലോട്ടാണ് പോകുന്നത്, അപ്പോൾ അത് എസ് ബ്ലോക്ക്. ഇനി അയൺ 26 1s2 2s2 2p6 10 3s2 3p6 18 26 വേണ്ടത്. അപ്പോൾ 4s2 18 8 26. ഇനി 8 ഫില്ല് ചെയ്യണം. എസ്സിൽ 2, ഡിയിൽ 6. 3d6 4s2. അവസാന ഇലക്ട്രോൺ പോകുന്നത് ഡിയിലാണ്. അപ്പോൾ അത് ഡി ബ്ലോക്ക്, അത് ഡി ബ്ലോക്ക് ആയിരിക്കും. ഇനി ആർഗൺ 18 നോക്കാം. 1s2 2s2 2p6 10 3s2 3p6 18 ആണല്ലോ. അപ്പോൾ 18 അവസാന ഇലക്ട്രോൺ പോകുന്നത് പിയിൽ. അപ്പോൾ അത് ഏതാണ് ബ്ലോക്ക്? പി ബ്ലോക്ക്. അതാണല്ലോ നമ്മൾ ഈ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയത്.
ഇവിടെ നമ്മൾ ഓരോ അവസാന ഇലക്ട്രോൺ പൂർണ്ണ നടന്ന സബ്ഷെല്ലിൽ എഴുതി, ബ്ലോക്ക് ഇവിടെ നോക്കി എഴുതി. അപ്പോൾ അത് രണ്ടും ഒന്നാണ്. അപ്പം അങ്ങനെയാണ് വരുന്നത്. ആ ഒരു ബന്ധമാണ് ആവുന്നത് നമുക്ക് മനസ്സിലായി. അത് വെച്ച് ഇതിൻ്റെയൊക്കെ ബ്ലോക്ക് പറഞ്ഞു. അപ്പോൾ അതിവിടെ ഒരു പോയിൻ്റായിട്ട് പറയുന്നുണ്ട്. അവസാന ഇലക്ട്രോൺ പൂർണ്ണ നടക്കുന്ന ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. പീരിയോഡിക് ടേബിളിൽ 1, 2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ എസ് ബ്ലോക്കിലും, അപ്പോൾ 1, 2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ ഏതിലാണ് ഇട്ടിട്ടുള്ളത്? എസ് ബ്ലോക്കിൽ. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലുള്ളവയെ പി ബ്ലോക്കിലും 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലുള്ളവയെ ഡി ബ്ലോക്കിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ സാധിക്കും 1, 2 ഗ്രൂപ്പുകൾ എസ് ബ്ലോക്കിൽ, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ പി ബ്ലോക്കിൽ, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഡി ബ്ലോക്കിൽ. ഇനി എഫ് ബ്ലോക്ക് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ ചുവടെ 2 പ്രത്യേക നിരകളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എഫ് ബ്ലോക്കിനെ പീരിയോഡിക് ടേബിളിൻ്റെ ചുവടിൽ 2 പ്രത്യേക നിരകളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എഫ് ബ്ലോക്കിനെ കുറിച്ചും ഓരോ ബ്ലോക്കിനെ കുറിച്ചും സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.